ഈ വള്ളത്തോൾ സ്മാരക വായനശാല എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തിപരമായ ആഭിമുഖ്യമുള്ള ഒരു വായനശാലയാണ്. ഈ വായനശാലയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് നമ്മുടെ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് ചേർന്ന് എനിക്ക് തോന്നുന്നു വള്ളത്തോളുമായിട്ട് അല്ലെങ്കിൽ ആദ്യകാല പ്രവർത്തനത്തിൽ വള്ളത്തോൾ നാരായണ മേനോനുമായി വളരെ അടുപ്പമുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളിൽ ആകൃഷ്ടരായിട്ടായിരിക്കാം അങ്ങനൊരു പേര് സ്വീകരിച്ചതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് വള്ളത്തോൾ എന്ന പേര്? വള്ളത്തോളിനെ സംബന്ധിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ആധുനിക കവിത്രയങ്ങളിലെ ഒരാളാണ്. തന്നെയുമല്ല, അദ്ദേഹത്തിൻ്റെ കൃതികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യ സമരവുമായൊക്കെ ബന്ധപ്പെട്ട് വളരെയധികം കൃതികൾ എഴുതിയിട്ടുണ്ട്. കൂടാതെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത കലാമണ്ഡലം സ്ഥാപിച്ചു എന്നുള്ളതാണ്. ചെറുപ്പത്തിൽ കലാമണ്ഡലം സ്ഥാപിച്ച ഒരു വ്യക്തി, അതിലുപരി കഥകളിക്ക് പുനർജീവനം കൊടുത്ത ഒരു വ്യക്തി ഒക്കെയാണ് വള്ളത്തോൾ. പിന്നെ വള്ളത്തോളിൻ്റെ കൃതികളൊക്കെ നമ്മൾ ചെറുപ്പകാലത്തിൽ സ്കൂൾ വിദ്യാലയങ്ങളിൽ പഠിക്കുമ്പോഴൊക്കെ വളരെ താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ പഠിച്ച് മറന്നുപോയി. അതിനുശേഷം നമ്മൾ വായന നമ്മുടെ സമൂഹത്തിൽ വളരെ കുറഞ്ഞു. വായിക്കുന്നുണ്ട്, പക്ഷെ ആധുനിക കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന രീതിയിൽ നമ്മളൊക്കെ പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു നൂറ്റാണ്ടിലേക്ക് നമ്മളൊക്കെ പ്രവേശിക്കുകയാണ്. അങ്ങനെയൊക്കെ പ്രവേശിക്കുമ്പോൾ മനുഷ്യനിർമ്മിതി ബുദ്ധി ഉപയോഗിച്ചുള്ള കാര്യങ്ങളാണ് എല്ലാം ചെയ്യുന്നത്. ആദർശുശ്രൂഷയായാലും മറ്റ് രംഗങ്ങളിലൊക്കെ തന്നെയായാലും എന്തിനു പറയുന്നു, മനുഷ്യ നിർമ്മിതി പോലും ആർട്ടിഫിഷ്യലായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭ്രൂണത്തിൻ്റെ സ്ഥാനത്ത് വളരെയധികം ഭ്രൂണങ്ങളെ ഉത്പാദിപ്പിച്ചുകൊണ്ട് അവരെയൊക്കെ കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വായനയുടെ പ്രസക്തി വളരെ കുറഞ്ഞിരിക്കുകയാണ്. പക്ഷേ നെൽസൺ മണ്ടേല പറയുന്നത്, നമ്മളോടൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, വായിച്ചു വളരുന്ന വ്യക്തികൾ, അറിവ് തേടുന്ന വ്യക്തികൾ, അത് ഏതൊരു തരത്തിലുള്ള അറിവായിക്കോട്ടെ, അത് കാലത്തെ തന്നെ മാറ്റും, നമ്മളുടെ ചിന്താശക്തിയെ മാറ്റും. വളരെയധികം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരുത്താൻ നല്ല രീതിയിൽ ചിന്തിക്കുന്നവർക്ക് മാറ്റാൻ പറ്റും. നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ തന്നെയായാലും അങ്ങനെ തന്നെയാണ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ശാസ്ത്രത്തിൻ്റെ പുരോഗതി വളരെയധികം ഉന്നതിയിലെത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അണ്വായുധമൊക്കെ പ്രയോഗിച്ചപ്പോൾ മനുഷ്യരെ തന്നെ നശിപ്പിക്കാൻ, മനുഷ്യരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ മനുഷ്യരുണ്ടാക്കുന്ന ഇത്തരം നിർമ്മിതികൾ മനുഷ്യരെ തന്നെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വായനയുടെ പ്രസക്തി കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച്, പ്രാധാന്യത്തെക്കുറിച്ച്, അതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് നമ്മുടെ അടുത്ത തലമുറയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി വള്ളത്തോൾ വായനശാല നടത്തിയ ശ്രമങ്ങളെ പ്രത്യേകിക്കുകയാണ്. നമ്മുടെ വിദ്യാലയങ്ങളിലും വായനശാലകളിലും ആദർശുശ്രൂഷ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലും ഒക്കെ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ സമൂഹം ഇപ്പോഴും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറ, ഒരിക്കലും വായനയിലേക്ക് വീണ്ടും വരുന്നില്ല. വായനശാലകളിൽ വളരെയധികം പ്രവർത്തികൾ നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക്